നമ്മൾ ഇന്നിതാ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ 1 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് അമ്മമ്മേൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മളിന്ന് കാറിലാണ് കേട്ടോ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഈ മഴയത്ത് കാറിൽ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. കാറിനൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജീപ്പാണ് കേട്ടോ. ജീപ്പ് അടിപൊളിയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളെ JCBക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മളെ JCBൻ്റെ ടയർ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ JCB ഫ്രണ്ടിലേക്ക് ചെറുതായിട്ടൊന്ന് കുത്തി നിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. നമ്മളെ ചേട്ടായിൻ്റെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ചേട്ടായി ഇറങ്ങി JCB ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. അപ്പോഴും നമ്മളിതവിടെ കട്ട പോസ്റ്റാണ് കേട്ടോ. നമ്മളങ്ങനെ ഇതാ യാത്ര തുടർന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. മക്കൾ നന്നായി വിശന്ന് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി പൂരിയും കടലക്കറിയും ഭാജിക്കറിയും ചട്നിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് കഴിച്ചത്. അത് കഴിഞ്ഞതാ നമ്മളെ കാറിൽ പിന്നെയും മുമ്പോട്ട് യാത്ര ചെയ്യുകയാണേ. അപ്പം നമ്മൾ ആമിക്കുട്ടീൻ്റെ പാട്ടും ഡാൻസും കഥയും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വീട്ടിൽ ഈ പിള്ളേരെ നോക്കിയിരിക്കുന്ന ഈ ഒരു പ്രഷറിൽ നിന്ന് ഒന്ന് റിലീഫ് ആവാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകൾ ഒരുപാട് ഹെൽപ്പ് ആവാറുണ്ട് കേട്ടോ. കാരണം ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കാരണം ഈ കാറിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ് കേട്ടോ. വീട്ടിലിരിക്കുന്ന പോലെയല്ല, ചേട്ടയായിട്ട് അടിപൊളിയായി സംസാരിക്കാനും ഒച്ചയുണ്ടാക്കാനും കൂവാനും. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് നമ്മളൊരു ഷർട്ട് മേടിക്കാൻ വേണ്ടി കയറി കേട്ടോ. ചേട്ടായിക്കാണ്. അങ്ങനെ നമ്മളിതാ ഷർട്ടൊക്കെ മേടിച്ചതാ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അഡ്നോക്സിൻ്റെ ഷർട്ട് എടുക്കാനായിരുന്നു നമ്മൾ പോയത്. ജസ്റ്റ് കടയൊന്ന് മാറി കയറി പണി പാളി കേട്ടോ. അതൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണ്ടേ. അങ്ങനെ ഇതാ ഷർട്ടൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് കുറച്ച് ബേക്കറിയൊക്കെ മേടിച്ച് നാനൂസിനൊരു ചോക്ലേറ്റൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങളിതാ പിന്നെയും കാറിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. അങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ടോ. പിള്ളേരൊക്കെ കുറേ അവർ വർത്താനൊക്കെ പറഞ്ഞു. നന്നൂൻ്റെ കൂടെ കുറേ നേരം കളിച്ചു. നന്നൂൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചിട്ട് കേട്ടോ ആമിയക്കും കൂടെ. എന്നാലും കുഴപ്പമില്ല, അവർ വല്ലപ്പോഴൊക്കെയല്ലേ സന്തോഷിക്കുന്നത്. അതൊക്കെ നമുക്ക് നോക്കിയിരുന്നാൽ പിന്നെ അതിന് തന്നെയല്ലേ നേരം അല്ലേ. അങ്ങനെ നമ്മളെ ചേരുങ്കുല്ലി പാലാണ് കേട്ടോ. അത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ചേരുങ്കുല്ലി പടിഞ്ഞാറത്ര ഭാഗം ഒരുപാട് വയലുകളും നമുക്ക് എന്താ പറയുക നല്ലൊരു വൈബാണ് കേട്ടോ. ഒരുപാട് തിരക്കും വണ്ടിയൊക്കെ മാറിയുള്ളൊരു സ്ഥലം. അങ്ങനെ നമ്മളിതാ ചെറിയൊരു ഡ്രസ്സും കൂടി എടുത്ത് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആമീസ് വേൾഡ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ